ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. നമുക്കിന്ന് കുഴിയില്ലാതെ സെയിം ടേസ്റ്റ് തന്നെ എങ്ങനെയാണ് മന്തി ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു 2 ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെറിയ ബൗളാണ് എടുത്തത്. 2 ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വിനീഗറിൻ്റെ എസൻസ് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ വിനീഗറാണ് ഒഴിക്കുന്നതെങ്കിൽ ഒരു 6 ടീസ്പൂണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കഴിഞ്ഞു. ഇനി അതിലേക്ക് ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ടെടുത്തു. 4 ടീസ്പൂണ് ഉപ്പ് വരെ ഇട്ടെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പൊക്കെ ഇളക്കി നന്നായി മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇട്ട് കുറച്ച് ടൈം വെച്ചേക്കണം. ഒരു 1-2 മണിക്കൂറൊക്കെ വെച്ചാൽ ഇതിൽ നന്നായിട്ട് ഈ ഉപ്പൊക്കെ പിടിച്ചോളും. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഈ ചിക്കൻ മുങ്ങാൻ മാത്രം വെള്ളം മതി. നമ്മൾ ആദ്യം എടുത്ത വെള്ളം. ഇനി അടുത്തതായി ഞാൻ ഇവിടെ ബസുമതി അരിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു 1.25 പാത്രത്തിലേക്കുണ്ട് ഈ അരി. അപ്പോൾ നമ്മൾ കഴുകിയിടുന്നതിന് മുമ്പേ ആദ്യം അരി അളന്നെടുക്കണം. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് പുതിർത്തിയിട്ട് വെക്കാം. അപ്പം നമ്മൾ അരി വെള്ളത്തിൽ കുതിർത്തി വെച്ചു. ഇനി നമുക്ക് ചോറ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വലുപ്പത്തിലുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. സവാള, മല്ലി, ഏലക്കായ, ഗ്രാമ്പൂ, പട്ട, കുരുമുളക്. അപ്പോൾ എണ്ണ ചൂടായി അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് കളർ മാറുന്നവരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഒന്ന് കളറൊക്കെ മാറി വാടി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. മല്ലി, കുരുമുളക്, ഗ്രാമ്പൂ, ഏലക്കായ, പട്ട ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റാം. ഇതിൻ്റെ നല്ല സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആ പുതിർത്തി വെച്ച ചിക്കൻ ഇല്ലേനോ അത് ഇതിലേക്ക് നിരത്തി വെച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാണ് വേണ്ടത്. അപ്പോൾ ഇത് നിരത്തി വെച്ചതിന് ശേഷം അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാ ചിക്കനും നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ മുങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ടൊന്നും വെള്ളം ഒഴിക്കേണ്ട, ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ വെള്ളം നമുക്ക് ചോറ് വേവിക്കുന്നതിലേക്ക് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ചിക്കന് വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ചിക്കനൊക്കെ എടുത്തതിന് ശേഷം നമുക്കിത് അളന്ന് ചോറ് വേവിക്കുന്നതിൽ ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വേവിക്കാം. നന്നായി തിളച്ച് വന്ന് ഇനി നമുക്ക് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം ചിക്കൻ വെന്ത് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്ത് മാറ്റാം. ഇനി തീ ഓഫ് ചെയ്യാം. നമുക്ക് ഈ വെള്ളം ചോറിന് ഉപയോഗിക്കാം. അപ്പം വേറൊരു പാത്രം വെച്ചു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കാം. പൊടിക്കാത്ത കുരുമുളകാണ് ഇപ്പോൾ ഇട്ടത്. ഇനി നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളം ഒന്ന് അളന്ന് നോക്കുക. ഞാൻ 1.25 പാത്രമാണ് അരി എടുത്തത്. അപ്പോൾ ചിക്കൻ വേവിച്ച വെള്ളം നോക്കുമ്പോൾ 1.25 പാത്രം ഉണ്ട്. ഇനി ആ 1.25 കൂട്ടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്ര അരി എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഡബിള് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ആദ്യം ചിക്കൻ വേവിച്ച വെള്ളം അളവെടുത്തിട്ട് ബാക്കിയുള്ളത് പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ചേർക്കാവൂ. ചിക്കനിൻ്റെ വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ടതാണ്. വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് നേരത്തെ പുതിർത്തി വെച്ചിട്ടുള്ള അരി ഒന്ന് അരിപ്പയിൽ ഊറ്റി വെക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ബസുമതി അരി തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അരി നന്നായി വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓവറായി വേവണമെന്നൊന്നുമില്ല, കുറച്ച് വെള്ളം അതിലുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അരി വേവുമ്പോഴേക്കും നമുക്ക് ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് റെഡ് കളറ് കലക്കി വെക്കാം. പിന്നെ ഒരു ബൗളിൽ കുറച്ച് പാലും എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞ കളറ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇത് നമുക്ക് ചോറിൽ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് നിർബന്ധം തന്നെ മാത്രം ഇട്ടാൽ മതി. ഇത് ഇട്ടില്ല എന്ന് വെച്ച് ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കളർ ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനിൽ ഈ മഞ്ഞ കളറും ചുവന്ന കളറൊക്കെ പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ചിക്കനും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ മുഴുവനും കളറൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും നമുക്ക് ചോറൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് വെള്ളം അടിയിലുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുന്നില്ല. അപ്പോൾ വേറൊരു അടുപ്പത്ത് ഒരു ചെമ്പ് വെച്ചു. അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ കളറൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവണം, ആ ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കളറിൻ്റെ. ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. കളർ ഇടുന്നില്ലെങ്കിലും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് റെഡി ആയതിനു ശേഷം ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആവുക. അപ്പോൾ നല്ല ഷൈനിങ് കിട്ടും. അപ്പോൾ റെഡിയായി. നമുക്ക് ഈ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചോറിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള യെല്ലോ റെഡ് കളറൊക്കെ ഇതിൻ്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. പിന്നെയും ചോറിട്ട് കൊടുക്കാം. ഇതുപോലെ ഇത് ഫുള്ള് റെഡിയാക്കി എടുക്കണം. നമ്മൾ ചോറ് വേവിച്ചതിൽ ബാക്കി വെള്ളം ഉണ്ടായിരുന്നു, അത് മുഴുവനും ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളം കൂടി ഇതിൽ കിടന്ന് വറ്റിക്കോളും. കളറിടുക, ചോറിടുക, അങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലും കളറും ഇതിൽ പിടിച്ചോളും. അപ്പോൾ ഫുള്ള് ഇട്ട് കഴിഞ്ഞു. കളറും ചോറും ഒക്കെ ഇട്ട് റെഡിയാക്കി. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചിരട്ട കത്തിച്ചിട്ട് കണലാക്കിയതാണ്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ പുക വരും. നമുക്ക് കുറച്ച് ടൈം അടച്ചു വെക്കാം. അപ്പോൾ നല്ല സ്മെല്ല് വരും. ഇപ്പോൾ റെഡിയായി, പുകയൊക്കെ പോയി, വെള്ളമൊക്കെ വറ്റി. തീ ഓഫ് ചെയ്യാതെയാണ് ഞാൻ ഇതൊക്കെ വെച്ചെടുത്തത്. സിമ്മാക്കി വെച്ചിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ബാക്കിയുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി, ചോറൊക്കെ വെന്തു. നമുക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചോറും ചിക്കനൊക്കെ മിക്സായി എല്ലാ സൈഡും കളറൊക്കെ പിടിച്ച് നല്ല ഭംഗിയായി. അപ്പം നമ്മുടെ കുഴിയില്ലാതെ തന്നെയുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, നല്ല സ്മെല്ലുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായി തക്കാളി ചട്നി, പിന്നെ മയോണൈസ്, പുതിന ചട്നി, ഇത് മൂന്നും റെഡിയാക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.